ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സുമായിട്ടാണ്. ഒരുപാട് റിക്വസ്റ്റൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. സിമ്പിളാണ്. സ്കേർട്ടും പ്രിൻസസ് കട്ട് ബ്ലൗസും ഷാളും ഒക്കെ ആയിട്ടുള്ള നമ്മൾ ധാവണിയായിട്ടും ലഹങ്കയായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു മോഡലുള്ള ഡ്രസ്സാണ് ചെയ്ത് കാണിക്കുന്നത്. രണ്ട് ടൈപ്പ് ക്ലോത്താണ്. രണ്ട് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കളറിൽ. ഇപ്പോൾ പ്ലെയിനിന് വരുന്നത് 5.5 മീറ്റർ എടുത്തിട്ടുണ്ട്, സ്കേർട്ടിന് 3 മീറ്ററും ഷോളിന് 2.5 മീറ്ററും ആയിട്ട് അങ്ങനെ 5 മീറ്റർ നമ്മൾ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷിഫോൺ എടുത്തിട്ടുണ്ട്. ആ സെയിം കളറിൽ മാച്ച് ആക്കിയിട്ട് ബ്ലൗസിന് നമ്മൾ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മാച്ച് ആക്കിയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ, അല്ലാണ്ട് രണ്ട് കളർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്ലൗസാണ് ആദ്യം കാണിക്കുന്നത്. ക്ലോത്തിനെ നമ്മൾ ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം, അല്ലാണ്ട് അനാവശ്യമായിട്ട് കട്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം എത്ര വിടുത്ത് വേണമെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. അത് എന്താ പറയുക, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബ്ലൗസിന് എപ്പോഴും കട്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ക്ലോത്ത് മാത്രം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലൗസ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ചുരിദാർ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അളവ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ, അല്ലാണ്ട് ബ്ലൗസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു അളവ് കിട്ടും. ഇനിയിപ്പോൾ അളവില്ലെങ്കിലും തന്നെ എടുത്തിട്ട് ചെയ്യാനും പറ്റും. അത്രയും സിമ്പിളായിട്ടാണിത് ചെയ്യുന്നത്. ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിത് ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിൽ ലെങ്ത്ത്, ബ്ലൗസിന് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് ഞാനിതിൽ 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 7 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ 7 കൊടുത്തിട്ട്, ഇതൊക്കെ അവരവരെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. നിങ്ങളിപ്പോൾ തടിച്ച ആളോ മെലിഞ്ഞാളോ എങ്ങനെയായാലും നിങ്ങളുടെ അളവിന് എത്രയാണോ വേണ്ടത് അത് നോക്കിയെടുക്കുക. ഞാൻ ബോഡി ഷേപ്പ് 9, 8, അത് കഴിഞ്ഞിട്ട് താഴെ 8 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ടക്ക് കൊടുക്കണം. ഷേപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ആ ടക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും 1/2 ഇഞ്ച് വീതം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വര വെച്ച് ഇതേപോലെ ഒരു കോണ് പോലെ ഇങ്ങനെ ഇവിടെയാണ് നമുക്ക് ടക്കലിട്ട് കൊടുക്കേണ്ടത്. ഇനി എക്സ്ട്രാ നമ്മൾ താഴത്ത് 1 ഇഞ്ച് കൊടുക്കണം, അവിടെ ടക്ക് വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതേപോലെയാണ് വരിക. പിന്നെ എക്സ്ട്രാ നോർമൽ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുക്കുന്നത് അതും കൂടിയും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് മാത്രമാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, ബാക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വയ്ക്കും. ആദ്യം നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്യുക. ബാക്കിൻ്റെ സെയിം ലെങ്ത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 7 ആണ് കൊടുക്കുന്നത്. ഇതേപോലെ 7 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ ഞാൻ 7 ആണ് കൊടുക്കുന്നത്. ഇതൊക്കെ വ്യത്യാസമായിട്ട് വരും ഓരോരോ ആൾക്കാരുടെ അളവിൽ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള അളവാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ചിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 4 ഇഞ്ച് വിഡ്ത്തിൽ ഇവിടെയും ഒരു ഡോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഡോട്ടിൽ നിന്ന് 1.5 ഇഞ്ച് ഇപ്പുറത്തേക്കും വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മേളിൽ 2 ഇഞ്ച് ഇതേപോലെ ഒരു വര. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ഡോട്ട് ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയാണോ നമ്മൾ നോർമൽ നമ്മുടെ ഷേപ്പ് 9, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് 8. അപ്പോൾ നിങ്ങളത് വ്യത്യാസമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. താഴത്തും കറക്റ്റായിട്ടുള്ള അളവ് തന്നെ കൊടുക്കുക. നമ്മൾ എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് കൊടുക്കുക. ഇതേപോലെ കൊടുത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ എത്ര അളവ് കൊടുത്താലും എക്സ്ട്രാ നമ്മൾ താഴത്ത് 1.5 കൊടുക്കണം, മേളിൽ 1 ഇഞ്ചും കൊടുക്കണം. കാരണം നമ്മൾ അവിടെ തയ്യൽ തുമ്പ് അല്ലാണ്ട് കൊടുക്കുന്നതാണ്. തയ്യൽ തുമ്പ് അല്ലാണ്ട് ഇത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തയ്യൽ തുമ്പ് കൊടുക്കണം. അതെപ്പോഴും കൊടുക്കണം. ഈ 2 അളവ് നിർബന്ധമായിട്ടും കൊടുക്കണം. മനസ്സിലായോ? ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതൊക്കെ ഞാൻ ലൈനിങ്ങിലാണ് കാണിക്കുന്നത്. നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്യുന്നതിലും നല്ലത് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തിട്ട് അത് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് ഫസ്റ്റിലേ പോയിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ എപ്പോഴും ലൈനിങ്ങിലാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ ഈ ഒരു ഡിസൈനുള്ള ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തത്. ബാക്കും കട്ട് ചെയ്തു, ഫ്രണ്ടും കട്ട് ചെയ്തു. സെയിം എങ്ങനെയാണോ ലൈനിങ്ങിൽ വരുന്നത് അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കട്ട് ചെയ്യേണ്ടത് നെക്ക് കട്ട് ചെയ്യണം. കാരണം 2 പീസിലും നെക്ക് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടില്ല. ലൈനിങ്ങിൽ കട്ട് ചെയ്യാണ്ട് വെച്ചത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻ ക്ലോത്തിൽ 2 ഭാഗത്തുള്ള ഈ നെക്ക് ഒന്നിച്ച് വരുന്ന പോലെ ഇതേപോലെ ഷോൾഡർ ടു ഷോൾഡർ ഒന്നിച്ച് വരില്ലേ, ഇതേപോലെ ഇതിൻ്റെ മേളിൽ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഒന്നിച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം നെക്ക്. അപ്പം നെക്ക് എത്ര വിഡ്ത്ത് വേണം, എത്ര ഇറക്കം വേണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിതിൽ വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വിഡ്ത്തിൽ 5 ഇഞ്ച് ഇറക്കമാണ് ഫ്രണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തത്. ഇതേപോലെ കൊടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട്, ഞാൻ സ്ക്വയറിനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നിച്ചിട്ട് ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്ക് കുറച്ചുകൂടെ ഇറക്കം കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിനൊക്കെ ഞാൻ 9 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അവിടെ എക്സ്ട്രാ വീണ്ടും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കം കൂട്ടാനും കുറക്കാനൊക്കെ, സ്ക്വയറല്ല റൗണ്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ കംഫേർട്ട് സ്ക്വയറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ബ്ലൗസിന് സ്ക്വയർ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ് ഇനി അടുത്തത്. ഓക്കെ, അപ്പോൾ സ്ലീവിന് ബാക്കി വന്ന ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. 2 മടക്കി പിന്നെ 4 മടക്കിയിട്ടുണ്ട്. 13 ആണ് ലെങ്ത്ത് വരുന്നത്. ഒരുപാട് ഇറക്കം വരുന്ന സ്ലീവല്ല, മുട്ട് വരെ മാത്രം വരുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കേർട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. 5.5 മീറ്ററിൽ നിന്ന് നമ്മൾ 2.5 മീറ്റർ ഷോളിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് 3 മീറ്ററാണ് നമ്മൾ സ്കേർട്ടിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 മീറ്റർ ക്ലോത്താണ് ഇരിക്കുന്നത്. ഈ ഒരു 3 മീറ്ററിലാണ് നമ്മൾ ക്രോസ് കട്ടിങ്ങിലുള്ള സ്കേർട്ട് ചെയ്യുന്നത്. മുന്നേയൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്രോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് തന്നെ. ക്ലോത്തിന് ആദ്യം 2ആയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. 2ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ക്രോസ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് ക്രോസ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. സെൻറ്ററിൽ മടക്ക് വരണം. അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ മടക്ക് വരുന്ന പോലെ. ഓക്കെ, ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ അരയുടെ അവിടുത്തെ, നമ്മുടെ ബെൽറ്റിൻ്റെ അവിടുത്തെ അളവ് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ എലാസ്റ്റിക്കാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ഇപ്പം എനിക്ക് എൻ്റെ അരയുടെ അവിടെ ഞാൻ 30 എടുക്കാറ്. 30 എന്ന് പറയുമ്പം 15 ഫ്രണ്ടും 15 ബാക്കും ആണ് വരിക. അപ്പോൾ അത്രയും എന്താ പറയുക, കുറച്ചിട്ട് എടുക്കാൻ പറ്റില്ല. 30 മാത്രം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൽ 10 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. കാരണം ബാക്കിൽ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ 10 കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നിച്ചിട്ട് നല്ല വിഡ്ത്തിലാണ് എടുക്കുന്നത്. മനസ്സിലായോ? ഒന്നിച്ചിട്ട് നല്ല വിഡ്ത്തിലെടുക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ 40 ഈ ഒരു ഭാഗത്തേക്ക് 10 മാത്രം എടുക്കുമ്പോൾ 40. 40 അരവണ്ണം ഇല്ല. കാരണം ബാക്കിൽ നമ്മൾ എലാസ്റ്റിക് വെക്കും. അപ്പോൾ എലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഇനി ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് 40 ഞാൻ കൊടുത്തിട്ടില്ല, എൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്യും. ഈ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്.
പിന്നെ ഈ ഒരു ഷേപ്പിലാണ് വരിക. മാർക്ക് ചെയ്യുമ്പോൾ ഏത് ഷേപ്പിലാണോ വരുന്നത് അതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലാണ്ട് സ്ട്രെയിറ്റ് അല്ല. ഇനി ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇപ്പോൾ നോർമലി നമുക്ക് 44 വിഡ്ത്തുള്ള ക്ലോത്ത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ എന്ത് ചെയ്താൽ മതി, പീസ് വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് 60 വിഡ്ത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡിൽ പീസ് ഇല്ലാണ്ട് നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടും. 44 വരുമ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പീസ് എന്തായാലും വെക്കേണ്ടി വരും, അല്ലാണ്ട് ഫുള്ളായിട്ട് കിട്ടൂല. അപ്പോൾ അത് ഇതേപോലെയാണ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് ഇതേപോലെ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇനി ഈ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബെൽറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കട്ട് ചെയ്യുന്നത്. അതും നമ്മൾ ഷിഫോണിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലോത്തിന് ആദ്യം ജസ്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എലാസ്റ്റിക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് വേണം. ഇതിപ്പോൾ 1 ഇഞ്ചാണ് നമ്മളെ ബെൽറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ചാണ് ഈ ഒരു ലെങ്ത്ത്, 3.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത്. നമ്മൾ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബെൽറ്റ് പോകാനുള്ള സ്പേസ് ഉണ്ടാവണം. ഈ ഒരു വിടുത്ത് നമുക്ക് എത്രയാണോ 10 ഇഞ്ചല്ലേ നമ്മൾ നേരത്തെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നമുക്കൊരു 20 വേണ്ടി വരും. കാരണം 10 എന്ന് പറയുമ്പോൾ 20 വരുമല്ലോ, നേരെ പകുതിയായിട്ട് മടക്കി വെച്ചതല്ലേ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത്, ഇതിപ്പോൾ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഞാൻ ജസ്റ്റ് ഇത് ഈ ഒരു 3.5 ഇഞ്ചിൽ ഈ ഒരു 3.5 വിടുത്ത് മാത്രം നോക്കിയാൽ മതി. ലെങ്ത്ത് കുറച്ച് കൂടുതലായാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല, കൂടിയ കുഴപ്പമില്ല. ജസ്റ്റ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അളവ് നോക്കിയിട്ടില്ല, ലെങ്ത്ത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയാം. ഇനി എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തേക്കും കൂടിയും വേണം. ഫ്രണ്ടിലേക്ക് ഞാൻ ബെൽറ്റിന് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ പീസ് ഫ്രണ്ടിൽ ബെൽറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീസാണ് എടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് വിടുത്തൊന്നും വേണ്ട. എനിക്ക് ഫ്രണ്ട് മാത്രം നോക്കുമ്പോൾ 15 അങ്ങനെ വരും. കണ്ടില്ലേ, ഇതേപോലെ വരുമ്പോൾ ഇതേപോലെ ബെൽറ്റ് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം നോക്കുക, എത്രയാണ് ഫ്രണ്ടിൽ എത്രയാണ് വരിക. 30 അരവണ്ണമെങ്കിൽ ഫ്രണ്ട് മാത്രം 15 വരിക. അപ്പോൾ 15, ഇപ്പോൾ 15ൻ്റെ പകുതി എത്രയാണ് വരുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയതുകൊണ്ടാണ്, നിവർത്തി വെച്ച് മടക്കുന്നതാണെങ്കിൽ 15 തന്നെ കൊടുക്കുക, മനസ്സിലായോ. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുക. തയ്യൽ തുമ്പ് എപ്പോഴും എക്സ്ട്രാ എടുക്കുക. അതിപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞില്ലേലും നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി എടുക്കുക, അല്ലാണ്ട് അങ്ങനെയങ്ങ് കട്ട് ചെയ്യാൻ പാടില്ല. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലത്തേക്കുള്ളതും ബാക്കിലത്തേക്കുള്ളതും ബെൽറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ലൈനിങ് വെക്കണം. ഓക്കെ, ലൈനിങ് വെക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിഴലടിക്കുന്ന പോലെയാവും, നമ്മുടെ എലാസ്റ്റിക്കൊക്കെ പുറത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈനിങ്ങും കൂടി സെയിം അതേ വലിപ്പത്തിൽ ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും വലിപ്പം നമുക്ക് വേണ്ട. ഫ്രണ്ടിലത്തേക്ക് നമുക്ക് ഇപ്പോൾ അരവണ്ണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരവണ്ണം ഇപ്പം ഫ്രണ്ടിലത്തേക്ക് മാത്രം 15 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 15 മാത്രം എടുക്കുക, മനസ്സിലായോ. ഇപ്പോൾ ഇത് നേരെ പകുതി വെച്ചിട്ടാണ് ഉള്ളത്, നേരെ ക്ലോത്തിനെ നേരെ പകുതിയാക്കിയിട്ട് വെച്ചിട്ടല്ലേ ഉള്ളത്. അപ്പോൾ 15ൻ്റെ പകുതി എത്രയാണ് വരിക, 7.5 ആയിരിക്കും വരിക. അപ്പോൾ 7.5 എന്ത് ചെയ്യുക, നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഞാൻ മടക്കി വെച്ചിട്ട് ലൈനിങ്ങും കൂടി ഒന്നിച്ച് വെച്ച്, ഫ്രണ്ടിലത്തെ ലൈനിങ്ങും കൂടി ഒന്നിച്ച് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം, നമുക്ക് കറക്റ്റായിട്ട് എത്രയാണോ വരേണ്ടത് അത് മാത്രം എടുക്കുക. ഇതാണ് എനിക്ക് വരുന്നത്, 7.5 വരിക. ഓക്കെ, അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസും കൂടി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോണ പോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ വേണേൽ നമുക്ക് ചെയ്യാം, പക്ഷെ അത് പാടാണ്. കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ 2 വട്ടമൊക്കെ ഫ്രണ്ട് വേറെയും ബാക്ക് വേറെയൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടാണ് ഒന്നിച്ചിട്ട് തന്നെ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ചെറുതാക്കി അങ്ങോട്ട് മുറിച്ച് കളഞ്ഞത്. അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കിയെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഭാഗം ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് ഇതേപോലെ വെച്ചിട്ട് അരയുടെ അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു പീസ് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഇവിടെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. നല്ല വശത്ത് സ്റ്റിച്ച് വരുന്ന പോലെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നല്ല
പീസ് വരുന്ന പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഞാനിനിപ്പോൾ പറഞ്ഞ് കൊളാക്കുന്നില്ല. ഇതേപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നല്ല വശമുണ്ടല്ലോ, നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കും കൂടിയും ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്കിത് മടക്കി തയ്ക്കാം. അപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ അത്യാവശ്യം നല്ല വിടുത്തുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും, നല്ല വിടുത്തുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എലാസ്റ്റിക്കാണ് വരേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബെൽറ്റും ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചില്ല, അതും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ എലാസ്റ്റിക്കാണ് വരേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് എത്ര വേണമെന്നുള്ളത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ 15 എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, ഒരു 10 11 മതിയാവും, കാരണം അത് വലിയമല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കുക. ഇതേപോലെയാണ് മടക്കി തയ്ക്കേണ്ടത്. നല്ല വശത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ വെച്ചിട്ട് വേണം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ്. അപ്പോൾ ഇതേപോലെ ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിടുത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലാസ്റ്റിക് പോകാനുള്ള സ്പേസ് വേണം എന്ന് വെച്ചിട്ട് ഒരുപാട് വിടുത്താക്കരുത്, അപ്പോൾ ബോറാവും. കാരണം എലാസ്റ്റിക് ഇങ്ങനെ ഓടിക്കളിക്കുന്ന പോലെയാവും, അത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. അതിനാണ് ഞാൻ 3.5 എടുത്തത്. 3.5 കറക്റ്റാണ്. 1 ഇഞ്ച് എലാസ്റ്റിക്കിന് 3.5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 അറ്റവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് 2 അറ്റവും ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റവും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പീസിൽ നമ്മൾ ബെൽറ്റ് മടക്കി തയ്ച്ചിട്ടില്ല, അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ ഫ്രണ്ട് പോർഷനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലത്തേക്ക് ജസ്റ്റ് ആ ഒരു ബ്ലൗസ് പീസ് വെച്ചെന്നേ ഉള്ളൂ. പ്ലെയിൻ വേണമെന്നുള്ള ആൾക്കാർക്ക് പ്ലെയിൻ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടത്തേക്ക് മാത്രം, ഇത് ഇത്ര വരെയൊക്കെ വേണ്ട, ഒരു 5 ഇഞ്ച് ഇറക്കം നിന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ 2 ഭാഗവും ലൈനിങ്ങുമായിട്ടൊക്കെ ഒന്നിച്ചിട്ട് ഇവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാനിത് ഇവിടെ വരെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം, മനസ്സിലായോ? സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് വേറെ ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മെയിൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്ക് കണ്ടില്ലേ, ഇതേപോലെ എലാസ്റ്റിക്കും ഫ്രണ്ട് ഇതേപോലെ ബെൽറ്റുമാണ് വരുന്നത്. ഇനി നമ്മൾ സ്കേർട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ താഴത്ത് നമുക്ക് ഒരു പീസ് വെച്ച് കൊടുക്കാനുണ്ടല്ലോ സൈഡിലിങ്ങനെ, അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള ആ പീസ് എടുക്കുന്നു, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. മാറിപ്പോകരുത്, രണ്ടും ഒരു ഭാഗത്ത് തന്നെ വരണം. അത് തിരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ഭാഗത്തും കട്ടിങ്ങും മറ്റേ ഭാഗത്ത് കട്ടിങ് വരാൻ പറ്റില്ല. സെയിം ഒരേ ഭാഗത്ത് തന്നെ വരിക. 2 വശത്തുള്ളതും ഒരേ ഭാഗത്ത്, ലെഫ്റ്റാണ് ലെഫ്റ്റ്, റൈറ്റാണ് റൈറ്റ്. കണ്ടില്ലേ, ഇതേപോലെ 2 വശത്തും ഒരേപോലെ വരിക നോക്കുക. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ എൻഡ് വരയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് വേറെയും തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നീറ്റ് ആയിട്ട് വൃത്തിയായിട്ടും കിട്ടുള്ളൂ. ആ ഒരു ഫ്ലെയറെല്ലാം ഇങ്ങനെ നിൽക്കണേൽ അങ്ങനെ ചെയ്യണം. ഇനി കണ്ടില്ലേ, ഇതേപോലെ ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തു, നമ്മുടെ മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 വശവും നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കേർട്ട് ഫിനിഷായി. ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കുറേ ചെയ്തതായിരിക്കും, എന്നാലും ഇരിക്കട്ടെ. ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കാണുക, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ വെറൈറ്റി ബ്ലൗസ് അങ്ങനെ വലിയ പിടിയുമില്ല. അപ്പോൾ എന്ത് ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രിൻസസ് കട്ടിലേ ഞാൻ പോവാറ്. കാരണം എനിക്ക് വേറെ ബ്ലൗസിനെ കുറിച്ച് ഒരു അറിവുമില്ല, സാധാ ബ്ലൗസും ചെയ്യാനും അറിയില്ല. അപ്പോൾ പ്രിൻസസ് കട്ടാണ് എനിക്ക് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈനിങ്ങുമായിട്ടെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക്, ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു പീസ് വെച്ച് ഇതേപോലെ സാധാരണ ചുരിദാർ എങ്ങനെയാണ് ഞാൻ ചെയ്യാറ്, എനിക്ക് ഇതേ അറിയുള്ളൂ. അല്ലാതെ ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. അതൊക്കെ വലിയ പാടുള്ള കാര്യമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തൊന്നും പോകാറില്ല. എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താണ്. പിന്നെ നമുക്ക് 2 ഭാഗത്തും ടക്കിട്ട് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതേപോലെ ടക്കിട്ട് കൊടുക്കുക. അങ്ങനെ ബാക്ക്
സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്രണ്ട് ഇതേപോലെ വയ്ക്കുക. നമുക്ക് ലൈനിങ്ങുമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നെക്കും ഒന്ന് ഫിനിഷ് ചെയ്യണം. നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇനി സൈഡിൽ വെക്കാനുള്ള പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതെവിടെ വെക്കാനുള്ള പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതും ലൈനിങ്ങുമായിട്ട് ആദ്യം നമ്മളത് എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യുന്നതാണെങ്കിൽ ലൈനിങ്ങുമായിട്ട് ആദ്യം ചെയ്ത് ഒന്നിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഡയറക്റ്റ് പോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ വൃത്തിയായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇതിനൊക്കെ ഉള്ള സമയം എന്താ ചെയ്യുക, നോക്കുക. അല്ലാണ്ട് വല്ലാണ്ട് ധൃതി പിടിക്കരുത്. ഒരു സമാധാനത്തിൽ ചെയ്യുക. ഞാൻ എത്ര തിരക്കാണെങ്കിലും ഇതൊക്കെ നോക്കിയേ ചെയ്യാറുള്ളൂ. ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ താഴെ വെച്ചിട്ട് മേളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ആം ഹോളിൻ്റെ അവിടത്തേക്ക് വരുന്ന പോലെ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ താഴത്തെ ലൈന് നല്ല കറക്റ്റ് ലൈനായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഇതേപോലെ ചെയ്ത് ഇനി നമുക്ക് 2 ഭാഗത്തെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ച് 2 ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്നും സ്റ്റിച്ച് ചെയ്ത് ഇനിയിപ്പോൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതേപോലെ എന്ത് ചെയ്യാം, സ്ലീവും കൂടിയും ഫിറ്റ് ചെയ്യുക. സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ട് മടക്കി എന്ത് ചെയ്യണം, അത് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. അല്ലാണ്ട് മടക്കി തയ്ക്കരുത്. എന്ത് ചെയ്യുക, ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുന്ന പോലെ. മനസ്സിലായോ? ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നല്ല കുറച്ച് കട്ടിക്കിരിക്കുന്ന പോലെ തന്നെ ചെയ്യുക. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് അളവ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗത്ത് സിബ്ബാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തയ്ച്ചിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എത്രയാണോ അളവ് വേണ്ടത് അത് കറക്റ്റ് തന്നെ കൊടുക്കുക. ഒരു ഭാഗത്ത് സിബും ഒരു ഭാഗത്ത് സ്റ്റിച്ചുമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ തയ്ച്ച് ചെറുതാക്കാന്ന് പറ്റില്ല. കാരണം ബാക്കിൽ സിബ് കൊടുക്കുകയാണെങ്കിലും ഓക്കെ, നമുക്ക് എത്ര ടൈറ്റ് ആക്കണേലും ലൂസ് ആക്കണേലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ കറക്റ്റ് ഷേപ്പ് നോക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ സിബ്ബാണ് കൊടുക്കുന്നത്. സിബ്ബ് ഞാൻ സൈഡിലേക്ക് ഈ പ്രാവശ്യം മാറ്റിയതാണ്. ബാക്കിൽ വേണ്ടാന്ന് വിചാരിച്ചു, സൈഡിലേക്ക് കൊടുത്താണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ നമ്മുടെ അളവ് ആ ഒരു അളവ് ഞാൻ പുറത്ത് നമ്മുടെ ഈ ഡ്രസ്സിന് പുറത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് മാർക്ക് ചെയ്താൽ പോരാ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല വശത്ത് കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചോക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. കാണുന്ന പോലെ തന്നെ വരയ്ക്കുക. മനസ്സിലായോ? ഇതേപോലെ ആ ഒരു ലൈന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതും ഞാൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ അവിടുന്ന് മേലേന്നേ അല്ല കേട്ടോ, ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടുന്നാണ് നമ്മൾ സിബ്ബ് വെക്കുന്നത്. ഇവിടെ വരയ്ക്കും മാത്രമേ നമുക്ക് സിബ്ബ് ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് 2 വശത്തും. ഇനി നമ്മൾ ഇൻവിസിബിൾ സിബ്ബാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തതാണ് എങ്ങനെയാണെന്നുള്ള, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഈ ഭാഗത്ത് ഇതേപോലെയും ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. 1 സൈഡ് ഫൂട്ടാണ് ഇതിന് യൂസ് ചെയ്യുക. ഓക്കെ, 1 സൈഡ് ഫൂട്ട് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെയുള്ള എന്താ പറയുക, സിബ്ബർ ഫൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെയാണ് വരേണ്ടത്. ഈ ഒരു ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ അകത്ത് ഇതിൻ്റെ ലോക്ക് ഇതേപോലെ അകത്ത് വരുന്ന പോലെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ തിരിച്ചു പിടിച്ചിട്ട് പിന്നെ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു സൈഡ് ഫൂട്ട് മാത്രമേ ഉള്ളൂ. 2 സൈഡിലേക്ക് വരുന്ന ഫൂട്ട് എൻ്റെ ഇല്ല ഇതിൽ. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ടാണ് സിബ്ബ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരേ ഭാഗത്ത് തന്നെ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയാണ് നമ്മൾ ഇൻവിസിബിൾ സിബ്ബ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെയും വീഡിയോ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതേപോലെയാണ് ജസ്റ്റ് അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെ വരയ്ക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി സൈഡ് നമ്മൾ ലോക്ക് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ. നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ സിബിൻ്റെ അവിടെ, ഈ സിബ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടത്തേക്ക് ഇങ്ങനെ വന്ന് സ്റ്റിച്ച് അവസാനിപ്പിക്കുക വേണ്ട. കണ്ടില്ലേ, ഇത് ഇവിടത്തേക്ക് ലോക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്ത് അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത പോലെ, എന്നിട്ട് ഇത് ഓപ്പൺ ആയിട്ട് ഇതേപോലെ വരികയും ചെയ്യും. പിന്നെ സിബിൻ്റെ കളർ കുറച്ച് വ്യത്യാസമായിപ്പോയി,
അർജൻറ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി പിന്നെ പോയി വാങ്ങിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല, അങ്ങനെ പുറത്ത് കാണുമെന്നില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ അങ്ങനെ വെച്ചതാണ്. ഇത് എൻ്റെ തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ എന്തും അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ സിബ് വെക്കുന്നതിന് മുന്നേ ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് പോയി. അത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. കാരണം സിബ് വെച്ചപ്പോൾ ഒരുമാതിരി ഒരു വൃത്തികേട് ഫീൽ ചെയ്തു. പിന്നെ ഞാനത് ഉള്ളിലോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അങ്ങനെ പുറത്ത് കാണാത്ത പോലെയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഒരു തൃപ്തി വരാത്ത പോലെ തോന്നി. കാരണം ഞാൻ ഈ ഒരു സെയിം ഡ്രസ്സിനെ 3 എണ്ണം ചെയ്തു. അപ്പോൾ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബെറ്ററായി വരുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി ചെയ്ത ബ്ലൗസാണ്. അപ്പോൾ അവളെ ബ്ലൗസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് ആദ്യം ഫിറ്റ് ചെയ്തു. കണ്ടില്ലേ, സിബ് ആദ്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്തത്. അപ്പോഴത്തേക്കും സിബിൻ്റെ ഈ പീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയി പുറത്തൊന്നും വൃത്തിയുടെ കാണുന്നില്ല. അപ്പം നീറ്റായിട്ട് കിട്ടി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം സിബ് ഫിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്ലെയർ സ്കേർട്ടും പ്രിൻസസ് കട്ട് ബ്ലൗസും ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഷോള് ഏത് ടൈപ്പിൽ വേണേലും വിയർ ചെയ്യാം. അപ്പോൾ 2.5 മീറ്ററാണ് ഷോൾ വരുന്നത്. അപ്പോൾ ജസ്റ്റ് സൈഡിൽ ഇതേപോലെ ഷോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഇടാം. ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇനി അതല്ല, സാരി ചുറ്റുന്ന പോലെ ചുറ്റണേൽ അങ്ങനെയും ചുറ്റാം. ജസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പിൻ ചെയ്ത് നേരെ ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഫുൾ സൈഡിലില്ല. കണ്ടില്ലേ, ഈ ബാക്കിൽ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് വിയർ ചെയ്യാം. ഇനി ഇതേപോലെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ദാവണി പോലെ ഇടണം എന്നുള്ള ആൾക്കാർക്ക് ദാവണി പോലെ ഇടാം. അതും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും വിയർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എടുത്തിട്ട് ദാവണി പോലെ വിയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സെയിം തന്നെ 3 എണ്ണം ഇനിയും ചെയ്തിട്ടുണ്ട്. പിക്ക് മാത്രമേ ഉള്ളൂ. സിസ്റ്ററിനും കസിൻസിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ്. ബേബി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്